ഹലോ, ഇൻഫർമേഷൻ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ട് അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ടില്ലെങ്കിൽ പോലും മൂന്നാമത്തത് കാണാൻ പറ്റും. നാനി കേന്ദ്ര കഥാപാത്രമായ വൻ ഹിറ്റ് തന്നെയാണ്. വയലൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കടുത്ത ദേഷ്യക്കാരനായ പോലീസുകാരനായിട്ടാണ് നാനിയുടെ രംഗപ്രവേശനം. ടെക്നിക്കൽ വർക്ക് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എത്തിയാൽ ഫൈറ്റ്, വയലൻസ് എല്ലാം ഭയങ്കരമാണ്. കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. സോങ്സ്, BGM വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ശൈലേഷ് കൊളോണിലാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് വരുന്നുണ്ട്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിറ്റിൻ്റെ ഓരോ പാർട്ടിലും ഓരോ നായകനാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ വെറൈറ്റി. ഒരേ നായകനാകുമ്പോഴുള്ള ആ ബോറടി മാറ്റാമല്ലോ. ഈ സിനിമ ബേസിക്കലി നോക്കിയാൽ ഭയങ്കര വയലൻസ് തന്നെയാണ്. ഇതിലെ ചില സീനുകൾ ചില ലൊക്കേഷനിൽ പല പല സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇതിലെ വില്ലന്മാരായി അഭിനയിക്കുന്നത്. പിന്നെ നാനിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സമുദ്രകനിയാണ്. ശ്രീനിധി ഷെട്ടിയാണ് ഇതിലെ നായിക. മിക്കി എസ് മേയറാണ് ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വയലൻസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തനായ ഒരു വില്ലൻ്റെ അഭാവം ഈ സിനിമയിലുണ്ട്. കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഇതിൽ കാണുന്നില്ല. സിനിമ ഒരു കണക്കിന് നാനിയുടെ വൺ മാൻ ഷോ തന്നെയാണ് എന്ന് പറയാം. കേസന്വേഷണവും അതിലെ മിസ്റ്ററിയൊക്കെ ആദ്യ പകുതിയിൽ ഒരു ത്രിൽ നൽകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിലെത്തുമ്പോൾ ആ കഥയും സംഭവവും ഒരു സ്പേസിൽ ഒതുങ്ങി നിൽക്കുന്നതായി തോന്നുന്നു. ഓവറോൾ ഒരു വാച്ചബിൾ സിനിമ എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സ്വഭാവത്തിൽ ഒരു എക്സ്ട്രീം പരിപാടിയിലേക്ക് പോകുന്നതോറും ഒരു ബിലീവർ സ്പേസിൽ ആ കഥാപാത്രത്തെ ഉടനീളം കൊണ്ടുപോകുന്നതിൽ നാനിയുടെ പ്രകടനം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയാണ്, മനക്കരുത്തോളം മാത്രം കാണുക.